ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ആ മാങ്ങയാണ് കേട്ടോ അത്. അപ്പം ഇതെടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകുന്ന ടൈമിൽ അവിടെ റോഡരികിൽ ഒരയാൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വണ്ടി മെല്ലെ സ്ലോ പെട്ടെന്ന് നല്ല സ്പീഡിലാണ് പോയോണ്ടിരുന്നത്. അപ്പം അയാൾ അവിടുന്ന് കച്ചവടക്കാരൻ്റെ അവിടുന്ന് കുറേ മുന്നോട്ട് പോയിട്ട് വണ്ടി വെക്കേണ്ടി വന്നു. നല്ല സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടതാണ്. പിന്നെ അവിടെ വണ്ടി സൈഡാക്കി അവിടെ നിന്ന് ഓടി ബാക്കോട്ടേക്ക് വന്നു ഞാൻ. എന്നിട്ട് എനിക്കാണെങ്കിൽ ടൈമും പോകും രാവിലെ, എന്നാലും വേണ്ടിയില്ല. മാങ്ങ കണ്ടപ്പോൾ വിടാൻ പറ്റുമോ? അതും നല്ല നാടൻ മാങ്ങ. പോയിട്ട് വാങ്ങി. കിലോയ്ക്ക് 100 രൂപ പറഞ്ഞു. ഞാൻ 50 രൂപയ്ക്ക് വാങ്ങി. അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പച്ചമാങ്ങ വാങ്ങിയിട്ട് വന്നു. ഇനി ഇത് അതേ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ കുറേ മുമ്പ് നെല്ലിക്ക വാങ്ങിയിരുന്നു, നല്ല നാടൻ നെല്ലിക്ക. അത് നല്ല വൃത്തിയുള്ള, അതുകൊണ്ട് ഇതും നല്ലതായിരിക്കും എന്ന് കരുതി വാങ്ങിയതാണ്. ഇപ്പം കുഴപ്പമില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പച്ചമാങ്ങേൻ്റെ. അപ്പോൾ ഇത് ചിലപ്പോൾ ഞാനിത് ഉപ്പിലിടും, അല്ലെങ്കിൽ ഞാൻ ഇത് നമ്മൾ മുളക് മാങ്ങയച്ചാറില്ലേ അതിടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലെ എനിക്ക് കിട്ടിയ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പോയി വാങ്ങി കൈക്കലാക്കിയ മുതൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ മാങ്ങാച്ചാറിടുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം നമുക്ക് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു അഗൈൻ. ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എല്ലാവരും മറക്കാണ്ട്. എല്ലാവരും വീഡിയോ അങ്ങനെ കാണുന്നുണ്ട് കുറേ ആൾക്കാർ. ആദ്യം ഞാൻ ഫസ്റ്റിലിട്ട വീഡിയോ ഒക്കെ കുറഞ്ഞ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10, 20, 30 ഒക്കെ. ഇപ്പോൾ വ്യൂവേഴ്സൊക്കെ കൂടി വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബിങ് അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് മെനക്കെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കാതെ. അപ്പോൾ ശരി, ടാറ്റാ.